അഭിഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 3 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് കുർത്തീസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ കുർത്തീസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സെമി പാർട്ടി വെയർ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈവൻ സിമ്പിൾ പാർട്ടി വെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നോർമൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ഒക്കേഷൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഓഫീസ് വെയറോ കോളേജ് വെയറോ അങ്ങനെ അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ സെമി പാർട്ടി വെയർ ലുക്ക് തരുന്ന നല്ല അടിപൊളി 3 കുർത്തി ഡിസൈൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പ്രോമിസ് ചെയ്ത പോലെ ഇനി നമ്മൾ അങ്ങോട്ട് ഇടുന്ന കസ്റ്റമൈസ്ഡ് അല്ലാത്ത പ്രൊഡക്ട്സിന് നമ്മളെ പ്രൈസ് റേഞ്ച് ഇൻക്ലൂഡ് ചെയ്യും. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയും എത്ര റേറ്റിന്റെ ഉള്ളിലാണെന്ന്. അപ്പം നിങ്ങൾക്ക് ഇനി അത് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ചാൽ മതിയല്ലോ. അഫോർഡബിൾ റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. റേറ്റ് ചോദിച്ച് അല്ലാതെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന കുർത്തീസ് 2000 ബിലോ റേറ്റിലുള്ള കുർത്തീസ് ആണ്. ഇത് ഹാൻഡ് വർക്ക്ഡ് ആണ്, ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആണ്, ഫുള്ളി സ്റ്റിച്ച്ഡ് ആണ്, വെൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള കുർത്തീസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ സെമി പാർട്ടി വെയർസ് ആണ്, ബിലോ 2000 റേഞ്ച് ആണ് വരുന്നത്. ഇനി അവൈലബിൾ സൈസസ് എന്ന് പറയുന്നത് സ്മോൾ ടു XXL ആണ് അവൈലബിൾ സൈസസ്. 4XL ആണ്. സ്മോൾ മുതൽ 4XL വരെ കിട്ടും കേട്ടോ. XXL നേരത്തെ പറഞ്ഞത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. XXL വരെയാണ് ഈ പ്രൈസ് റേഞ്ച് ഉണ്ടാവുക. 2000 ബിലോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് XXL വരെയാണ് ഉണ്ടാവുക. അതിനുശേഷം 3XL 4XL പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവും. അറിയാമല്ലോ, ഒരുപാട് മെറ്റീരിയൽ കൂടുതൽ എടുക്കും, സ്റ്റിച്ചിങ്ങിനൊക്കെ കൂടുതൽ ടൈം എടുക്കും. സോ അതുകൊണ്ട് 2XLന്റെ അബവ് ആയിട്ടുള്ള സൈസ് 3XL 4XL റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അല്ലാത്തവർക്കൊക്കെ ബിലോ 2K ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ചസ് വരിക. ഡിസൈനർ വെയർസ് ആണ്, റെഡിമെയ്ഡ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. ബിക്കോസ് ഫുൾ ഹെം ചെയ്ത് എന്താ പറയാ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ റീസെല്ലേഴ്സ് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. ഡിസൈനർ വെയർസ് നമ്മൾ റീസെല്ലിംഗ് ചെയ്യുന്നില്ല. കാഷ്വൽ ലൈന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും റീസെല്ലിംഗ് ചെയ്യുന്നതായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എനിവേ ഇപ്പം നമ്മൾ ഡിസൈനർ കുർത്തീസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓർഡർ ചെയ്യാൻ അറിയാലോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, മെസ്സേജ് അയക്കുക. അതിൽ നമ്മളിപ്പം കാട്ടുന്ന ഡിസൈൻ കാട്ടുന്ന കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ ഡിസൈൻ ഓരോ കളറിലാണ് കാണിക്കുന്നത്. നല്ല കളേഴ്സ് ആണ്, കളേഴ്സ് ഡിഫറെന്റ് ആണ്, പാറ്റേൺ ഡിഫറെന്റ് ആണ്, ഡിസൈൻ ഡിഫറെന്റ് ആണ്. സോ എല്ലാത്തിന്റെ മെറ്റീരിയൽ പക്ഷേ ജോർജറ്റ് ആണ് വരുന്നത്. അപ്പോൾ വേറെ കളേഴ്സ് വെച്ച് മെസ്സേജ് അയക്കണ്ട. റേറ്റ് 2K ബിലോ ആണ്. അഫോർഡബിൾ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, മെസ്സേജ് അയക്കുക. അപ്പോൾ എക്സാക്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ച എക്സാക്ട് റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് ആ ഡിസൈൻസ് ഒക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി വരുന്നത്. ഇതിൽ വെച്ചിട്ടുള്ള ബീഡ് വർക്കൊക്കെ എത്ര ഷൈനിങ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഫോൺ ഞാൻ മൂവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമുക്ക് ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇത് നിങ്ങൾക്ക് കുർത്തിയായിട്ടും ഡ്രസ്സായിട്ടും യൂസ് ചെയ്യാം. കാരണം താഴെ ഇങ്ങനെ ഒരു ഫ്രിൽ ലെയർ ഒക്കെ വരുന്നത് കൊണ്ട് ഒരു ഡ്രസ് പോലെയും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ജോർജറ്റിലാണ് മെറ്റീരിയൽ. എല്ലാം നമ്മൾ കാണിക്കുന്ന കുർത്തീസൊക്കെ മെറ്റീരിയൽ ജോർജറ്റാണ്. ഇതിന് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ക്രേപ്പ് ലൈനിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. സ്ലീവ് വരുന്നത് എൽബോ സ്ലീവ് ആണ്. ഞാൻ പറഞ്ഞ പോലെ എലൈനിലാണ് ചെയ്തത്, പക്ഷേ താഴെയായിട്ട് ഇതേപോലെ ഇത് വരുന്നുണ്ട്, ഫ്രിൽസ് വരുന്നുണ്ട്, ഫുള്ളായിട്ട് റൗണ്ടലായിട്ട് വരുന്നുണ്ട്. നെക്ക് ബോർഡ് നെക്കാണ് കൊടുത്തത്. നെക്കിൽ വർക്കൊന്നുമില്ല. വർക്ക് വരുന്നത് ഈ ഒരു ചെസ്റ്റ് ഏരിയയിൽ പിടുത്ത് വൈസാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കട്ട് ബീഡ് വർക്കാണ്. വെറും കട്ട് ബീഡ്സ് മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല അടിപൊളി വർക്കാണ്. ഈ ഒരു ആഷ് കളറിൽ ബ്ലാക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുകയും ചെയ്യും. കണ്ടോ, കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലീഫ് പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഫ്രണ്ട് സൈഡിലെ ചെസ്റ്റിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത്രയും ഏരിയയിൽ ഇതിൻ്റെയൊക്കെ സൈസസ് അവൈലബിൾ ആണ്. സ്മോൾ ടു 4XL വരെ ഉണ്ടാവും. അതിൽ XXL വരെ സെയിം റേറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ റേറ്റിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം.
ഇതാണ് സെക്കൻഡ് ഡിസൈൻ വരുന്നത്. ഇതൊരു മിലിറ്ററി ഗ്രീൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്, നല്ല എലിഗൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതിനും താഴെ ഇതുപോലെ ഒരു ഫ്രിൽ ലെയർ വരുന്നുണ്ട്. നേരത്തെ സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ലായിരുന്നു നേരത്തെ ടോപ്പിന്, പക്ഷേ ഇതിന് ഫുൾ ലൈനിങ് ഉണ്ട്. ബിക്കോസ് ഇതിന് സ്ലീവ്സിലൊക്കെ ഹാൻഡ് വർക്ക് വരുന്നത് കൊണ്ട് ലൈനിങ്ങോട് കൂടിയായിട്ടാണ് കൊടുത്തത്. ഇതിപ്പം ഇതിന് ലൂസാണ്, അതുകൊണ്ടാണ് കൈയൊക്കെ ഇങ്ങനെ ലൂസായി കിടക്കുന്നത്. എനിവേ നല്ലൊരു പാറ്റേൺ ആണ് ഇത്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ലൈനിങ് വന്നിട്ടുള്ളത് സാൻഡൂൺ ആണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് നെക്ക് ലൈനിൽ വരുന്നത്. ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആണ് കേട്ടോ, ലൈറ്റ് അടിച്ചിട്ടാണ് കുറച്ചൊരു ലൈറ്റ് ആയിട്ട് തോന്നുന്നത്. കുറച്ചൊരു ബ്രൈറ്റ് ഷെയ്ഡാണ് ഇത് ഫുള്ള് വരുന്നത്. അപ്പം ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു റൗണ്ട് വി ടൈപ്പാണ്. കറക്റ്റ് വി അല്ല, റൗണ്ടൽ വി ടൈപ്പാണ്. സ്ലീവ് എൽബോ സ്ലീവ് ആണ് വരുന്നത്. അലൈൻ കട്ടിലാണ് ചെയ്തത്. ഹാൻഡ് വർക്ക് മെയിനായിട്ട് നെക്കിലാണ് വരുന്നത്. ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഇങ്ങനൊരു ലൈൻ വർക്ക്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലവേഴ്സ് പോലെ ചെയ്തിട്ടുണ്ട്. അത് കട്ട് ബീഡ്സും സീക്വൻസും പേൾസും യൂസ് ചെയ്തതാണ്. ആ ഒരു സെക്ഷനാണിത്. 2 ബോർഡറിൻ്റെ ഇടയിൽ ഫ്ലോറൽസ്, അതേപോലെ തന്നെ ഇവിടെയും സെക്ഷനിങ് ഉണ്ട്. അപ്പം 2 ഫ്ലോറൽ ലൈനും 3 ബോർഡർ ലൈനും ആണ് വരുന്നത്. ഓക്കെ, പിന്നെ സ്ലീവിലും ഇതേ വർക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ബോർഡറായിട്ട് ഈ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എലിഗൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ ലുക്ക് തരുന്ന ഒരു കുർത്തിയാണിത്. കുർത്തി അല്ലെങ്കിൽ ഡ്രസ്സായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിസൈൻ. ഇനി അടുത്ത ഡിസൈൻ കാണാം. നെക്സ്റ്റ് ഡിസൈനും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുർത്തി പാറ്റേൺ ആണ്. ഒരുപാട് റഫിൾസ് ഒക്കെ വരുന്ന ഒരു പാറ്റേൺ ആണിത്. അതേപോലെ തന്നെ ഇതിന്റെ കളറും ഒരു വെറൈറ്റി ആണ്. ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന് ഫ്രില്ലൊന്നുമില്ല, അലൈൻ കട്ടിലാണ് ചെയ്തത്. ക്രേപ്പാണ് ലൈനിങ് കൊടുത്തത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. പിന്നെ സ്ലീവിന്റെ മുകളിലും, സ്ലീവ് എൽബോ സ്ലീവ് ആണ്, സ്ലീവിന്റെ മുകളിലും ഫ്രിൽ ലെയേഴ്സ് വരുന്നുണ്ട്. ചെസ്റ്റിന്റെ അവിടെ ഒരു എന്താ പറയാ, ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് ഫ്രിൽസ്. അപ്പോൾ ഇത്രയും ഫ്രിൽസ് വരുന്നുണ്ട്. മെറ്റീരിയൽ ജോർജറ്റ് ആണെന്ന് അറിയാമല്ലോ, നോർമൽ റൗണ്ടൊക്കെ ആണ് വരുന്നത്. സ്ലീവ് നോക്കാം, ഇത് ഫ്രിൽസ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലും ഫ്രിൽസ് വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു യോക്ക് പോലെയുള്ള ഏരിയയിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. എത്ര ഷൈനിങ് ആയിട്ടാണ് ആ ഹാൻഡ് വർക്ക് ഉള്ളത് നോക്കിയേ. നമ്മളിപ്പോൾ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അവിടെ എന്തായാലും ലൈറ്റ്സ് ഉണ്ടാവും. സോ ഇതൊക്കെ പോകുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു എടുപ്പ് തരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് ഇതൊക്കെ. അപ്പം ഇതിൻ്റെ ഹാൻഡ് വർക്ക് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തത്. ഒരു അൾട്ടർനേറ്റ് എന്താ പറയുക, അൾട്ടർനേറ്റ് നല്ല ഒരു അബ്സ്ട്രാക്ട് മാനറിലാണ് ഈ ഹാൻഡ് വർക്ക് ഫിനിഷ് ചെയ്തത്. ബിക്കോസ് ഇത് പ്രത്യേകം ഒരു പാറ്റേൺ ഒന്നുമില്ല, ബട്ട് പാറ്റേൺ ഉണ്ട്. കാരണം ഒരു ലൈനായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് കട്ട് ബീഡ്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ഷെയ്ഡ് ഉണ്ട്. ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഒരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ളതുണ്ട്. അതേ കൂടെ തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡുള്ള സീക്വൻസും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി പീസാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പീസാണ്. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ കളർ ആയാലും പാറ്റേൺ ആയാലും വർക്ക് ആയാലും എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡിസൈൻ. എല്ലാവർക്കും കുർത്തീസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓർഡർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയയ്ക്കുക. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡിസൈൻ സജഷൻസ് ആണ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലാതെ റേറ്റ് കൂടുതലെല്ലാവരും ചേച്ചി എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെയല്ല. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു.